ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ ബാക്കിയുള്ള ബട്ടൺസൊക്കെ എങ്ങനെ ഫംഗ്ഷനോട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതുകൂടാതെ കോഡ് എങ്ങനെ റീയൂസ് ചെയ്യാം, എലിഗൻ്റായിട്ട് എങ്ങനെ കോഡ് എഴുതാം, പിന്നെ എങ്ങനെ റീഫാക്ടർ ചെയ്യാം എന്നുള്ളതൊക്കെ ജസ്റ്റ് ബേസിക്സിനാണെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മുമ്പ് ഇതുവരെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആഡ് ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ആകുന്ന കോഡൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ 3 ബട്ടൺസ് ഉണ്ട്. നമ്മുടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സ്ക്രീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആഡ് ചെയ്തു, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സോ ഈ 3 സെക്ഷൻസ് നമുക്ക് പെൻഡിങ് ആണ്. സോ ഇതെല്ലാം കൂടി ഇൻഡിവിജ്വലി ഹാൻഡിൽ ചെയ്യാനുള്ള ഫംഗ്ഷൻസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് നമുക്ക് നമ്മുടെ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മളിവിടെ ആഡ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ subtract. ഓക്കെ, കോപ്പി ഫംഗ്ഷൻ മൾട്ടിപ്ലൈ എഴുതി, എന്നിട്ട് ഡിവിഷനും കൂടി ചെയ്താൽ സബ്സ്ട്രാക്ട് മൾട്ടിപ്പിൾ ഡിവൈഡ് നൽകും. സോ നമ്മളിവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ 3 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവൈഡ്. പക്ഷേ ഇതിൽ ഫംഗ്ഷനിൽ ബോഡിയിലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സോ ലോജിക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇതിൻ്റെയൊക്കെ ലോജിക്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആഡ് ഫംഗ്ഷനിൽ ഇപ്പോൾ കറണ്ട് ഉള്ള ലോജിക്ക് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ഈ ലോജിക്കിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. സോ അത് നമുക്ക് ചെക്ക് ചെയ്യാം ഇതെങ്ങനെയാണെന്നുള്ളത്. സോ ആദ്യം ഞാനിത് കോപ്പി ചെയ്യാം, എന്നിട്ട് സബ്സ്ട്രാക്ട് കൊണ്ടുവരണം. നമുക്ക് ആദ്യം സബ്സ്ട്രാക്ട് മാത്രം വയ്ക്കാം, കാരണം ചേഞ്ചസ് കുറച്ച് വരുത്താനുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് വേരിയബിൾ നെയിമൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോൺസ്റ്റാണ്. പിന്നെ അത് എന്താ പറയുക, സ്കോപ്പ് ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് സ്കോപ്പ് വരുന്നത്. സോ അത് നമുക്ക് റീയൂസ് ചെയ്യാം. കറണ്ട് റിസൾട്ട് ഗ്ലോബലി ആണുള്ളത്. സോ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കേസിൽ, അതും പ്രശ്നമില്ല. ഓക്കെ, പിന്നെ എൻ്റർ ഇൻപുട്ട് എന്നത് ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത്. സോ അതും നമ്മൾ പറഞ്ഞത് കോൺസ്റ്റ് ഫംഗ്ഷൻ്റെ അകത്തായതുകൊണ്ട് അതിൻ്റെ സ്കോപ്പ്, ഇതിൻ്റെ സ്കോപ്പ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ സ്കോപ്പ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. സോ ഫംഗ്ഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത വേരിയബിൾസ് അത് ഫംഗ്ഷനിൽ മാത്രം അവൈലബിൾ ആണ്, ലോക്കൽ സ്കോപ്പ് ആണ് എന്നുള്ളത് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരേ പേര് തന്നെ വേറെ ഫംഗ്ഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെയിം വേരിയബിൾ നെയിം വെച്ചിട്ട് വേറെ ഫംഗ്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കോഡ്, ആഡിൽ എഴുതിയ കോഡ് സബ്സ്ട്രാക്റ്റിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഞാൻ തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കൂടി. ഓക്കെ, സോ ഇപ്പോൾ എല്ലായിടത്തും ഇതേ കോഡ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കിവിടെ ചേഞ്ചസ് ചെയ്യാനുള്ളത് വെച്ചാൽ സിമ്പിളാണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമുക്കിവിടെ മൈനസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവിടെ മൈനസ് ചെയ്യണം. ഓപ്പറേഷൻസും നമ്മൾ എന്താണെന്ന് വെച്ചാൽ മൈനസ് ചെയ്യണം. ഓക്കെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറയും, നമ്മൾ ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ സെയിം തന്നെ. ഇവിടെ ഡിവൈഡ്, ഇവിടെ ഡിവൈഡ്. സേവ് ചെയ്യാം. ഓക്കെ, ഇനി പ്രോഗ്രാംസ് ആക്ച്വലി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്പിൾ, ഡിവൈഡ് എല്ലായിടത്തും ഒരേപോലെ തന്നെ ചില ലൈൻസാണ് നമുക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കോഡ് റിപ്പീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റേഡ് വാല്യൂ നമ്മൾ 4 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഔട്ട്പുട്ട് റിസൾട്ടും ഇതും നമ്മൾ എന്താ ചെയ്യുക, ഇതും നമ്മൾ എടുക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യേണ്ട ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലൊക്കെ. സോ ഇത് പ്രോഗ്രാമേഴ്സ് ഇത് അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക വെച്ചാൽ, ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈൻസൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ. സോ കാരണം റിപ്പീറ്റഡ് കോഡ് ലേറ്റർ ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ എല്ലാ സ്ഥലത്തും ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ ഗെറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ 4 സ്ഥലത്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ 10 സ്ഥലത്ത് യൂസ് ചെയ്യണമെങ്കിൽ ആ 10 സ്ഥലത്ത് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതൊരു പ്രോഗ്രാമറെ സംബന്ധിച്ചിട്ട് ആക്ച്വലി നല്ല പരിപാടിയല്ല. ഓക്കെ, സോ എല്ലായിടത്തും മാനുവലി എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് കോഡ് ഒന്ന് റീഫാക്ടർ ചെയ്യേണ്ടതുണ്ട്. റീഫാക്ടറിങ് എന്നത് എക്സിസ്റ്റിംഗ് കോഡിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആൻഡ് റീയൂസബിൾ ആക്കി മാറ്റുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി നമുക്കൊരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഫംഗ്ഷൻ്റെ പേര് ഞാൻ യൂഷ്വലി ഫംഗ്ഷൻ മുകളിൽ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എവിടെ തന്നെ കൊടുക്കാം, ഞാനിവിടെ കൊടുക്കണമെന്ന് മാത്രം മുകളിൽ.
ക്രിയേറ്റ് ഔട്ട്. ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ഔട്ട്പുട്ടിനാണ് ഉദ്ദേശിച്ചത്. ക്രിയേറ്റ് ഔട്ട് ഷോർട്ട് ഫോം. ഓക്കെ, ഇതിൽ ഞാൻ 3 വാല്യൂസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓപ്പറേറ്റർ, പിന്നെ ഒന്ന് പ്രീവിയസ് റിസൾട്ട്, പിന്നെ അതിന് ശേഷം റിസൾട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഇത് ഞാനിവിടെ കോപ്പി ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഔട്ട്പുട്ട് വായിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. സോ ഇവിടെ കറണ്ട് റിസൾട്ട് നമ്മുടെ പ്രീവിയസ് റിസൾട്ടാണ് പേര്. ഓക്കെ, ഇവിടെ റിസൾട്ട്. എന്നിട്ട് ഇതിന് പകരം നമ്മൾ ഡോളർ ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് റിസൾട്ടും പിന്നെ സ്ട്രിങ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. സേവ് ചെയ്യാം. സോ ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 3 ഇൻപുട്ട്സ് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്, ലൈക്ക് പ്ലസ് ആണോ മൈനസ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണോ എന്ന് അറിയാനായിട്ട്. പിന്നെ റിസൾട്ട് ബിഫോർ, ലൈക്ക് നമ്മൾ പ്രീവിയസ് റിസൾട്ട് എടുക്കുന്നുണ്ട്. സോ പ്രീവിയസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ റിസൾട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ റിസൾട്ടിന് ഞാൻ റിസൾട്ട് എന്ന് കൊടുത്തു. കാൽക്കുലേറ്റ് ചെയ്ത നമ്പർ നമുക്ക് വരുമ്പോൾ റിസൾട്ട് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യണം. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ക്രിയേറ്റ് ഔട്ട് എന്നുള്ള സാധനം ഇവിടെ എടുത്തിട്ട് ഇത് കാൽക്കുലേറ്റ്, ഇത് ഞാൻ കമൻ്റ് ഔട്ട് ചെയ്യാം. യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഇതും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് കൺട്രോൾ സെറ്റ്, മൈ ബാഡ്, ക്രിയേറ്റ് ഔട്ട്. അഡീഷണൽ ആണെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ ഓപ്പറേറ്റർ ചോദിക്കുന്നു, ഓപ്പറേറ്റർ കോമ. ഓക്കെ, സോ നമുക്കിവിടെ റിസൾട്ട് കിട്ടേണ്ടത് കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ പ്രീവിയസ് റിസൾട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ടാണ് വരുന്നത്. ഞാൻ കോമ ഇട്ടിട്ട് കറണ്ട് റിസൾട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കോൺസ്റ്റ് പ്രീവിയസ് വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു വേരിയബിളിലേക്ക് കറണ്ട് റിസൾട്ട്. എന്നിട്ട് കറണ്ട് റിസൾട്ട് ഇവിടെ ഈ ലൈനാവും, കൺട്രോൾ സെറ്റ് കോപ്പി, ഈ ലൈനാകുമ്പോൾ കറണ്ട് റിസൾട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുക്കുന്നു പ്രീവിയസ് റിസൾട്ട് ഞാനിവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്തു. ഓക്കെ, സോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പത്തെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു കറണ്ട് റിസൾട്ട്. അതിനുശേഷം ഇത് വാല്യൂ കിട്ടിയ ശേഷം അതിവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നു എന്താ വാല്യൂ എന്നുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് റിസൾട്ട് അല്ല വേണ്ടത് നമുക്ക്. ഓക്കെ, യൂസ് എൻ്റർ ഇൻപുട്ട് ആയിരിക്കും വേണ്ടി വരും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. 1 + 2 ഇവിടെ 3 വരും റിസൾട്ട്, ഇവിടെ 2 വരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിസൾട്ടിന് പകരം നമുക്ക് എൻ്റർ ഇൻപുട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ വർക്കായി.
സക്സസ്ഫുള്ളി വർക്കായി. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഇതിലെന്താ വെച്ചാൽ എൻഡേഡ് വാല്യൂ ആണ്, റിസൾട്ട് അല്ല ആക്ച്വലി, ഇത് എൻഡേഡ് വാല്യൂ ആണ്. ഞാൻ പേര് റിസൾട്ട് എന്ന് കൊടുത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഒന്നും ഇൻപുട്ട് വാല്യൂ എന്ന് എഴുതാം. യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ ആണത്. കോപ്പി പേസ്റ്റ്. സോ ഇവിടെ 3 പാരാമീറ്റർ എടുക്കുന്നുണ്ട്. ഒന്ന് ഓപ്പറേറ്റർ, ഒന്ന് മുമ്പത്തെ റിസൾട്ട്, പിന്നെ ഒന്ന് യൂസർ എൻ്റർ ചെയ്ത വാല്യൂ. സോ നമ്മൾ പറയും മുമ്പത്തെ റിസൾട്ട് പ്ലസ് ഇപ്പോൾ ഓപ്പറേറ്റർ പ്ലസ് ആണെങ്കിൽ പ്ലസ്, പിന്നെ യൂസർ കൊടുത്ത വാല്യൂ, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കാണിക്കുന്നു ചെയ്യുന്നത്. സോ ഇത്ര ഉള്ളു പരിപാടി. ഇത് ഞാൻ ബാക്കിയുള്ളത് ഞാൻ റിമൂവ് ചെയ്യാം. ഭയങ്കര എളുപ്പ പരിപാടി അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫംഗ്ഷൻ മാത്രം വിളിച്ചാൽ മതി. നമ്മുടെ കേസിൽ ഇതും പ്രീവിയസ് റിസൾട്ടും ഉണ്ട്. സോ ഇവിടെ ഞാൻ തൽക്കാലം ഇത് കോപ്പി ചെയ്യാം. കോപ്പി സബ്സ്ട്രാക്റ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക്, എന്നിട്ട് ആകെ ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് മൈനസ് കൊടുത്താൽ മതി, വർക്കാവും. ഇവിടെ മൈനസ് കൊടുക്കുക, ഓപ്പറേറ്ററും പാസ് ചെയ്യുമ്പോൾ മൈനസ് കൊടുക്കുക. ഓക്കെ, സെയിം തന്നെ ഞാൻ ഇവിടെയും പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനാണ് വേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വേണം. പിന്നെ നമുക്കുള്ളത് ഡിവിഷനാണ്. ഇനി ഇവിടെ ഡിവിഷൻ, ഇവിടെ ഡിവിഷൻ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. 1 - 1. ഓക്കെ, നമ്മൾ എഴുതിയ കോഡ് കറൻ്റ്ലി എന്തോ പൊട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഇതിൻ്റെ അപ്ഡേറ്റഡ് ഫിക്സസ് എന്താണെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ വരുന്നത്, ഇത് വർക്ക് ആവാത്തതെന്നുള്ളത്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ ഫൈനാണ്. ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീബഗ് ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അത് സോൾവ് ചെയ്ത് തരുന്നതാണ് എന്താ ഇഷ്യൂ എന്നുള്ളത്. സോ മീൻവെൽ നമ്മൾ ഇന്നത്തെ എന്താ ഗോതർ ചോദിച്ചാൽ മൾട്ടിപ്ലൈ ബട്ടൺസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ പഠിച്ചു. ആക്ച്വലി നമ്മുടെ കയ്യിൽ കുറേ ബട്ടൺസ് ഉണ്ട്, അത് ഫംഗ്ഷനായിട്ട് കണക്ട് ചെയ്തിരുന്നു. ഇവൻ ലിസണറൊക്കെ ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻസ് ട്രിഗർ ചെയ്തിരുന്നു. കോഡ് റീയൂസ് ചെയ്യാൻ നമ്മൾ റീയൂസബിൾ ചെയ്യാനുള്ള ഫംഗ്ഷനൊക്കെ എഴുതിയിട്ട് കോഡ് വെച്ചിട്ട് നമ്മൾ അത് ആക്സസ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, പിന്നെ റീഫാക്ടറിങ്, കോഡ് റീപ്പിറ്റേഷനൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മുടെ കേസിൽ. സോ ഇതൊരു ട്രിക്കാണ്, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും റീഫാക്ടറിങ് ഒക്കെ. പക്ഷേ നിങ്ങൾ കുറേ വർക്ക് ചെയ്ത് കുറേ പ്രോഗ്രാം എഴുതി കുറേ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. സോ ആസ് യൂഷ്വൽ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ഫിക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.